Students, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 മാത്സിൻ്റെ പ്ലേയിങ് വിത്ത് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ റിമൈനിങ് പാർട്ടാണ്. ആൻ എക്സ്പ്ലോറേഷൻ ഇൻ റെക്റ്റാങ്കിൾ. ഇനി റെക്റ്റാങ്കിളിലെ ചില കണ്ടുപിടുത്തങ്ങളാണ്. കൺസ്ട്രക്ട് എ റെക്റ്റാങ്കിൾ എ ബി സി ഡി വിത്ത് എ ബി ഈക്വൽ ടു 7 cm ആൻഡ് ബി സി ഈക്വൽ ടു 4 cm. അപ്പം നമ്മൾ എ ബി 7 cm ബി സി ഇപ്പോൾ ബി സി 4 cm ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഇത് 4 cm, ഇത് 7 cm. ഇനി ഇമാജിൻ എക്സ് ടു ബി എ പോയിന്റ് ദാറ്റ് ക്യാൻ ബി മൂവ്ഡ് എനിവെയർ എലോങ് ദ സൈഡ് എ ഡി എന്ന് പറയുന്ന സൈഡിൽ. ഇപ്പം നമ്മൾക്ക് കിട്ടിയ റെക്റ്റാങ്കിൾ ഇങ്ങനെയാണ്: എ ബി സി ഡി. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഈ എ ഡി എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റാണ്. ഇനി അതുപോലെ ഇതിനൊപ്പം എക്സ്, എ ഡി എന്ന് പറയുന്ന പോയിൻ്റ്, എ ഡി എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിൻ്റാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി വൈ എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്ന ഒരു ആ ലൈനിലെ ഒരു പോയിൻ്റ്, അത് വൈ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് പോയിൻ്റുകൾ നമ്മൾ എടുത്തിരിക്കുന്നു. ഇനി നോക്കിയേ, നോട്ട് ദാറ്റ് എക്സ് ക്യാൻ ഓൾസോ ബി പ്ലേസ്ഡ് ഓൺ ദ എൻഡ് ഓഫ് എ ഓർ ഡി. സിമിലർലി വൈ ക്യാൻ ബി ഓൾസോ എൻഡ് ഓഫ് ബി ഓർ സി. ഇനി നമുക്ക് ബിയുടെയും സിയുടെയും എൻഡ് വേണമെങ്കിൽ ഇതിനെ കൊടുക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. 2-3 പിക്ചർ തന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം, എക്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തു, വൈ ഇവിടെയും കൊടുത്തു. ഇവിടെ എക്സ് ഇവിടെ കൊടുത്തു, വൈ ഇവിടെ കൊടുത്തു. കണ്ടോ? അടുത്തത് നോക്കിയേ, എക്സ് വൈ. ഇത് ബിയുടെ പൊസിഷനിൽ വൈയും കൊടുത്തു, ഡിയുടെ പൊസിഷനിൽ എക്സും കൊടുത്തു. ഇനി നമ്മൾ എയുടെയും ബിയുടെയും പൊസിഷനിൽ എക്സും വൈയും കൊടുത്താണ് ലാസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് അളവ് എടുത്തിരിക്കുന്നത്? ഇത് നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. അതായത് എക്സ് വൈ എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എപ്പോഴാണ് മാക്സിമം, എപ്പോഴാണ് മിനിമം എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് അതായത് 5 mm എന്നൊരളവ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ 5 mm എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഇത് 4 എന്ന് പറയുന്ന ഒരു സ്കെയിലിലെ നമ്പർ, ഇവിടുന്ന് 4.5 എന്ന് പറയുന്നത് ഇതാ അല്ലേ, 4.5. ഈ 0.5 എന്ന് പറയുന്നതാണ് 5 mm. ദാറ്റ് മീൻസ് എന്താണ്? ഇപ്പോൾ 4 കഴിഞ്ഞിട്ട് 5ാമത്തെ വര 1 2 3 4 5, ഈ 5ാമത്തെ വര ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസാണ് 5 mm എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ 5 mm മാറ്റം പറഞ്ഞാൽ സ്കെയിൽ ഇവിടെ വെച്ചിട്ട് 0യിൽ നിന്ന് ചെറിയ 5 വരകൾ, അതായത് 1 ആവുന്നില്ല, 1 ആവുന്നതിന് മുമ്പ് 1നും 0യ്ക്കും ഇടയ്ക്കുള്ള വലിയ വര വരെയാണ് ഇവിടെ 5 mm എടുക്കുന്നത്. അതുപോലെ ഇവിടെ 1 cm, അതായത് സിയിൽ നിന്നും നമ്മൾ 0 to 1 സ്കെയിൽ വെച്ചിട്ട് 0 to 1 അകലത്തിലാണ് നമ്മൾ വൈ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് തമ്മിലുള്ള അകലം, അതായത് ഈ വരയുണ്ടല്ലോ, ഇത് നിങ്ങളുടെ സ്കെയിൽ വെച്ച് അളക്കണം. മനസ്സിലായോ? ഏകദേശം 7.5ഓളം വരും. നിങ്ങൾ അളന്ന് നോക്കിയാൽ മതി, റൂളർ വെച്ച് സ്കെയിൽ വെച്ച് അളക്കുക. ഇവിടെ അതുപോലെ 1 cm മാറ്റി ഒരു പോയിൻ്റ് കൊടുക്കുക, ഇവിടെ 2 cm മാറ്റിയും കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വര വരും, അതിൻ്റെ ലെങ്തും നിങ്ങൾ സ്കെയിൽ വെച്ച് അളക്കുക. അതുപോലെ ഇവിടെ നമ്മൾ ഈ കോർണറിൽ, അതായത് ബിയുടെ കോർണറിലാണ് വൈ, അതായത് ബിയുടെ പോയിന്റിൽ തന്നെയാണ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിയുടെ പോയിന്റിൽ തന്നെ എക്സ് എന്നും. എന്നിട്ട് ഇത് തമ്മിലുള്ള ദൂരം നിങ്ങളൊരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക. അതിന് ശേഷം ഇവിടെ എയുടെ പോയിന്റിൽ തന്നെ എക്സും ബിയുടെ പോയിന്റിൽ വൈയും വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയും അതിൻ്റെ അളവ് നോക്കുക. അപ്പോൾ ഈ ദൂരം നമുക്ക് 7 cm ആണെന്ന് അവർ തന്നിട്ടുണ്ട്, 7 cm ആണെന്ന്. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് ഏകദേശം 8 cm വരും. ഇത് ഏകദേശം 7.5, ഇത് 7.2 cm, എല്ലാം സെൻറ്റിമീറ്ററിലാണ് കേട്ടോ. അതായത് 7 cm 5 mm ആണ് ഇത്. അപ്പോൾ ഏറ്റവും ലെങ്ത് കൂടിയത് ഏതിനാണ്? ഇങ്ങനെ ഡയഗണൽ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈനിനാണ് ഏറ്റവും ലെങ്ത് കൂടുതൽ. ഏറ്റവും കുറവുള്ളതോ എ ഈക്വൽ ടു എക്സ്, ബി ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഇതിനാണ്. ഇത് എത്രയാണ്? 7 cm മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അറ്റ് വിച്ച് പൊസിഷൻ വിൽ ദ പോയിന്റ് എക്സ് ആൻഡ് വൈ ദെയർ ക്ലോസസ്റ്റ്, ഏറ്റവും അടുത്തിരിക്കുന്നത് ഏത്?
എ എന്ന് പറയുന്ന എക്സും ബി എന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന പോയിന്റ് വരുമ്പോഴാണ്. അതാണ് 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. നൗ വെരിഫൈ യുവർ ഗസ്സസ് ബൈ പ്ലേസിങ് ദ പോയിന്റ്സ് എക്സ് ആൻഡ് വൈ ഓൺ ദ സൈഡ്സ് ആൻഡ് മെഷർ ആൻഡ് ഹൗ നിയർ ഓർ ഫാർ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്കെയിൽ വെച്ച് അളന്ന് നോക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കി, വെൻ എക്സ് ഈസ് 5 mm എവേ ഫ്രം എ ആൻഡ് വൈ ഈസ് 3 എവേ ഫ്രം ബി. ഇതിൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് കാണേണ്ടത്. അപ്പം നമ്മൾ ആദ്യമാണ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് എന്താണ്, എക്സ് ഈസ് 5 mm ഫ്രം എ. അതായത് നമ്മൾ ആദ്യം കണ്ടത് എക്സ് എന്ന് പറയുന്നത് 5 mm ഫ്രം എ. ഇവിടെ എക്സ് എന്ന് കൊടുക്കുന്നു. പിന്നെന്താ, അടുത്തത് 3 cm അവേ ഫ്രം ബി. ബിയിൽ നിന്ന് 3 cm അവയിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, വൈ എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ 5 mm എങ്ങനെ അളക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ ഇവിടെ 3 cm ഇവിടുന്ന് 3 cm ഇങ്ങോട്ടും അളന്നെടുക്കുക. അപ്പോൾ 2 പോയിന്റ് കിട്ടും. അത് ഇവിടെ ആ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ദൂരം കണ്ടുപിടിക്കുക. അടുത്തത് എക്സ് ഇസിക്കൽ 1 cm അവേ ഫ്രം എ. അതായത് എ എന്ന് പറയുന്നതിൽ നിന്നും 1 cm, ഏകദേശം ഇത്രയും ദൂരം ആണ് എന്താ എക്സ് എന്ന് പറയുന്നത്. ആൻഡ് വൈ ഈസ് 1 cm അവേ ഫ്രം ബി. ഇതും 1 cm തന്നെയാണ്, അത് വൈ. അപ്പോൾ ഏകദേശം പാരലായിട്ടുള്ള ഒരു ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ഉണ്ടോ? എ ബിയുടെ പാരലായിട്ടൊരു ലൈൻ. അതും നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്നത് സ്കെയിൽ വെച്ച് അളന്ന് നോക്കണം കേട്ടോ. വെൻ എക്സ് ഈസ് ഇക്വൽ 2 cm അവേ ഫ്രം, തേർഡ് വൺ ആണ്, എക്സ് ഈസ് 2 cm അവേ ഫ്രം എ ആൻഡ് വൈ ഈസ് 4 cm അവേ ഫ്രം ബി. അതായത് എക്സ് എന്ന് പറയുന്നത് എയിൽ നിന്ന് 2 cm, ഇത് എക്സ്. പിന്നെന്താ, വൈ എന്ന് പറയുന്നത് 4 cm. 4 cm എന്ന് പറഞ്ഞാൽ എന്താ, സിയുടെ പോയിന്റിൽ തന്നെ. അതായത് ഇങ്ങനെ വരും, ഇവിടുന്ന് ഇവിടെ 2 cm, എന്നിട്ട് ഇങ്ങനെ കോർണറിലേക്ക് സിയിലേക്കാണ് വരുന്നത്. 4 cm ഉള്ളല്ലോ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ബി സി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് എത്രയാണ്, 4 cm. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് വരുന്നത്, വൈ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്, സി. അതായത് ലാസ്റ്റിൽ ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് അടയാളപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് അത് മെഷർ ചെയ്യണേ. Have you checked what happens when the length xy and x and y are placed at the same distance away from a and b respectively? അതായത് ഇവിടെ നോക്കി, എയിലും ബിന്ന്, അതായത് ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുന്നു. അതിൽ എ എന്ന് പറയുന്നത് 5 cm away from എ. ഇവിടാണ് 5 cm അല്ല, 5 mm ആണ്. അതിന് നമ്മൾ 5 mm അവേ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്തെന്നിടുന്നു, എക്സ് എന്നിടുന്നു. ഇത് എക്സ് എന്ന് പറയുന്ന പോയിന്റ്. ദെൻ അതേ ഡിസ്റ്റൻസ് ബി സി എന്ന് പറയുന്നത് 5 mm ആണ് പറഞ്ഞിരിക്കുന്നത്. ആ 5 mm വൈ എന്ന് പറയുന്ന ഇതും കൊടുക്കുന്നു. അപ്പോൾ അതായത് ഇങ്ങനെ സെയിം ഡിസ്റ്റൻസ്. അടുത്തത് 1 cm വെച്ച് കൊടുക്കുന്നു. അതും സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ. അടുത്ത 1 cm വെച്ച് കൊടുക്കുന്നുണ്ടേ, അതും ഇതുപോലെ രണ്ടിടത്തും ഒരുപോലാണല്ലോ. പിന്നെ 1 cm 5 mm, അതായത് 1.5. അത് നമ്മൾ സ്കെയിൽ എടുക്കണം കേട്ടോ. അപ്പോഴും നമുക്ക് എത്രയാണ്, 1.5. രണ്ടിടത്തും ഒരുപോലെ 1.5 എടുക്കുന്നു. അന്നേരം ഇതുപോലെ പാരലായിട്ടുള്ള ഒരു ലൈനാണ് വരുന്നത്. How the length xy compared to the AB and the shape of four-sided figure ABYX. അപ്പോൾ നമ്മളിപ്പം വരച്ചില്ലേ, ABYX ഇങ്ങനെയാണ് വരുന്നത്, YX. അപ്പോൾ ഇതും എന്താണ്, ഒരു റെക്റ്റാങ്കിൾ പോർഷനാണ് അല്ലേ, ഒരു റെക്റ്റാങ്കിളാണ് നമുക്ക് കിട്ടുന്നത്. ഹൗ ഡസ് ദ ഫാർദസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആൻഡ് വൈ കമ്പയർ വിത്ത് ദ ലെങ്ത് ഓഫ് AC ഓർ BD? ഇനിയും AC യും BD എന്ന് പറയുന്നത് എന്താണ്, ഡയഗണൽസ് ആണ് അല്ലേ, ABCD. അപ്പോൾ ഈ ഡയഗണൽസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും ദൂരമുള്ള, അതായത് എക്സും വൈയും ഏറ്റവും മാക്സിമം നിൽക്കുന്ന സമയം ഏതാണ്, ഡയഗണൽ വൈസ് വരുമ്പോഴായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ഈ AC യും BD എന്ന് പറയുന്ന ഡയഗണലിൻ്റെ ലെങ്തും മാക്സിമം ഡിസ്റ്റൻസ് എക്സിനും വൈക്കും വരുന്നതും സെയിം ആയിരിക്കും.
ഇനിയും ഒരു കൺസ്ട്രക്ഷനാണ് ബ്രേക്കിംഗ് റെക്റ്റാങ്കിൾ ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതിൻ്റെ അളവൊന്നും പറഞ്ഞു തന്നിട്ടില്ല. സോ നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതിനെ 3 കഷ്ണമാക്കുക. അന്നേരം 3 എണ്ണം എന്താണ് 3 സ്ക്വയേഴ്സായിട്ട്, അതായത് ഇതൊരു റെക്റ്റാങ്കിളാണ്, അതിനെ 3 സ്ക്വയേഴ്സാക്കി മാറ്റുന്നു. ഇപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം. ആദ്യം റെക്റ്റാങ്കിളിന് ഇപ്പോൾ ഇതൊരു 12 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ 12 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇത് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി അളക്കുക. ദെൻ നമുക്ക് ഒരു സ്ക്വയർ ആണല്ലോ കിട്ടേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ, ഇപ്പം നമുക്ക് 12നെ ഒരു 3 ഭാഗിക്കുമ്പോൾ ഇവിടെ ഒരു 4, ഇവിടെ ഒരു 4, അടുത്തത് 4, ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ 4 സൈഡ് ഒരുപോലെ ആകണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ ദൂരവും 4 സെൻറ്റിമീറ്റർ എടുക്കണം. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, കോമ്പസ് എടുത്തിട്ട് ഇവിടെ ഒരു 4 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് വരയ്ക്കുക. മനസ്സിലായോ? ഇവിടെ അതുപോലെ ഈ പോയിന്റിൽ രണ്ടാമത്തെ പോയിന്റിലും എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി അളക്കുക. അതിനുശേഷം ഇത് ഇളക്കുക. ഇവിടെ അതുപോലെ നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് അളക്കുക. അതിനുശേഷം 4 സെൻറ്റിമീറ്റർ എടുക്കുക, ആർക്ക് വരയ്ക്കുക. ഇനി ഇവിടെ അതെ. അപ്പോൾ നമുക്ക് നോക്കി ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ 3 സ്ക്വയേഴ്സായിട്ട് മാറ്റി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഞാൻ 12 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്തു, ഒരു ലൈൻ വരയ്ക്കുകയാണേ. 12 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് 12 സെൻറ്റിമീറ്റർ. അതിൻ്റെ ശേഷം നമ്മൾ ആ 2 പോയിൻറ്റുകൾ, അതായത് ആ ലൈനിൻ്റെ 2 അറ്റങ്ങളായിട്ടുള്ള പോയിൻറ്റുകൾ, അവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു. പിന്നെ 8 സെൻറ്റിമീറ്റർ, ദെൻ 12 സെൻറ്റിമീറ്റർ, അങ്ങനെ 3 ഭാഗങ്ങളാക്കി മാറ്റും. നമുക്ക് 3 സ്ക്വയേഴ്സാക്കി മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിളിനെ. എന്നിട്ട് ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി മെഷർ ചെയ്യുന്നു, അതായത് 90 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു. അടുത്ത പോയിന്റിലും അതുപോലെ, അതായത് 4 സെൻറ്റിമീറ്റർ നമ്മൾ വെച്ചിട്ടില്ലേ, ആ 4 സെൻറ്റിമീറ്ററിൻ്റെ ആ ഭാഗത്തും അതുപോലെ തന്നെ പ്രൊട്രാക്ടർ വെച്ച് ലൈൻ കറക്റ്റായിട്ട് ഇരിക്കുക. എന്നിട്ട് 90 അടയാളപ്പെടുത്തുന്നു. അടുത്തതും അതുപോലെ തന്നെ മൂന്നാമത്തേത് അത് 90 അടയാളപ്പെടുത്തുന്നു. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിതിനെ സ്ക്വയേഴ്സാക്കി മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ 4 പോയിൻ്റ് നമ്മൾ 90 എടുത്തു. അതിന് ശേഷം അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ആ പോയിൻ്റുകൾ കറക്റ്റാക്കി 4 പോയിൻറ്റിലേക്കും വരയ്ക്കുന്നു. 90 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്തത്. ഇനി അതിന് ശേഷം ചെയ്യേണ്ടതെന്നറിയാമോ, നമ്മൾ ഒരു കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇപ്പം നമുക്കിനി അളവുണ്ടല്ലേ, സ്ക്വയറിന് 4 സൈഡും ഒരുപോലെ ഇരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഭാഗം, അതായത് ഇപ്പോൾ 12 എടുത്തു, അതിൻ്റെ ഈ ഒരു ഭാഗം ഇപ്പം നമുക്ക് 4 നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ, 4, പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ അടുത്ത 4, അങ്ങനെ ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം 4 ഈ ഒരു ഭാഗം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് നമുക്ക് എത്ര വരണം, 4 വരാൻ പറ്റത്തുള്ളൂ അല്ലേ, എന്നല്ലല്ലേ സ്ക്വയർ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോമ്പസിനകത്തിൽ ഈ 4 സെൻറ്റിമീറ്റർ എടുക്കണം. അതാണ് എടുത്തേക്കുന്നത്, കണ്ടോ, 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ഇനി ആ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്തോ ചെയ്യണം, നമ്മൾ ആർക്ക് വരയ്ക്കണം. അപ്പോൾ ആർക്ക് വരയ്ക്കുന്നുണ്ടേ നമ്മൾ പോയിൻറ്റുകൾ കൃത്യമായിട്ട് എടുത്ത് ആർക്ക് വരയ്ക്കും. ഇപ്പോൾ ആദ്യം നമ്മൾ ആർക്ക് വരയ്ക്കുന്ന ഈ പോയിൻറ്റിൽ അവിടെ കുത്തുക, ഉണ്ടോ, അവിടെ കുത്തിയ ശേഷം 4 സെൻറ്റിമീറ്റർ ആർക്ക് വരയ്ക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ അടുത്ത പോയിൻ്റ് നമുക്കുണ്ട്, അവിടെ കുത്തി അടുത്ത ആർക്ക് വരയ്ക്കുന്നു. അടുത്തത് അടുത്ത പോയിൻ്റിൽ കുത്തി നമ്മൾ അടുത്ത ആർക്കും വരയ്ക്കുന്നു. പിന്നെ ലാസ്റ്റിൽ ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്, അതിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ആർക്ക് വരയ്ക്കുന്നു. അതായത് എല്ലാത്തിനും 4 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് മറക്കണ്ട. 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അത് 4 കൂടെ ചേർത്ത് വരയ്ക്കുന്നു, ആർക്കിൽ ചേർത്ത് വരയ്ക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഒരു റെക്റ്റാങ്കിളാണ്, അതായത് 12 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു
റെക്റ്റാങ്കിൾ ആയിരുന്നു. അതിനെ നമ്മൾ 4 സെൻറ്റിമീറ്റർ സൈഡ് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ലെങ്ത് ഉള്ള 4 സൈഡും 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു 3 സ്ക്വയേഴ്സായിട്ട് നമ്മൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഓരോന്നിനും നിങ്ങൾക്ക് അളവ് സ്കെയിൽ വെച്ചിട്ട് അളവ് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമുക്ക് ഒരു റെക്റ്റാങ്കിളിനെ 3 സ്ക്വയേഴ്സായിട്ട് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഇത് കൺസ്ട്രക്ഷൻസ് വലിയൊരു ചാപ്റ്ററാണ്. നമുക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പുതിയ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.